Good morning, students. Today we are going to start with a new topic, internal check in respect of cash transaction. ക്യാഷ് ട്രാൻസാക്ഷൻ നമ്മൾ പറഞ്ഞു, ഒരു ബിസിനസ് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് എന്തായാലും അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്തായാലും ഉണ്ടായിരിക്കും. സോ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ മിസ്അപ്രോപ്രിയേഷനും ഫ്രോഡ്സിനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ക്യാഷ് ഇപ്പോൾ മറ്റുള്ള ഏതെങ്കിലും ഒരു അസറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്, മിസ്അപ്രോപ്രിയേഷന് ചാൻസ് ഉള്ളത് ക്യാഷ് ട്രാൻസാക്ഷൻ തന്നെയാണ്. സോ അവിടെ കറക്റ്റായിട്ടുള്ള ഇൻറ്റേർണൽ ചെക്ക്, ഈ ക്യാഷ് ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻറ്റേർണൽ ചെക്ക് അവിടെ മീൻസ് ചെക്കിങ് അവിടെ അത്യാവശ്യമാണ്. ദ ടേം ക്യാഷ്, ഒരു ക്യാഷ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് കൺസിഡർ ചെയ്യാറുണ്ട്, ചെക്സ്, ഡ്രാഫ്റ്റ്, ബില്ല്, ഇതൊക്കെ നമ്മൾ ഈ ക്യാഷ് എന്ന് പറയുന്ന ഒരു ടേമിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ കുറേ ട്രാൻസാക്ഷൻസൊക്കെ നമ്മൾ ത്രൂ ബാങ്ക് കണ്ടക്ട് ചെയ്യാറുണ്ട്. റെസീപ്റ്റ്സും ക്യാഷിൻ്റെ കുറേ റെസീപ്റ്റ്സൊക്കെ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചെക്ക് വഴി ഒരുപാട് പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. So it may not be possible to make all cash transaction through bank. എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും നമുക്ക് ബാങ്ക് ത്രൂ കണ്ടക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ സം ക്യാഷ് ട്രാൻസാക്ഷൻ, അതായത് നമ്മൾ ബാങ്ക് ത്രൂ ചെയ്യുന്നത് വലിയ വലിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻസ് ആയിരിക്കും. അതേസമയം ഈ പെറ്റി എക്സ്പെൻസസ് ഒക്കെ ആണെങ്കിൽ അതൊന്നും നമുക്ക് ബാങ്ക് ത്രൂ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് അത് പ്രാക്ടിക്കലി ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ. സോ എങ്ങനെയൊക്കെയാണ് ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ ഇൻറ്റേർണൽ ചെക്ക് വരുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ 3 തരത്തിലാണ് പറയുന്നത്. ചെക്ക് ഓൺ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, പിന്നെ പറയുന്നത് ചെക്ക് ഓൺ ക്യാഷ് റെസീപ്റ്റ്സ്, ചെക്ക് ഓൺ ക്യാഷ് പേയ്മെൻറ്റ്സ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ചെക്ക് ഓൺ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസിൽ ഇൻറ്റേർണൽ ചെക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇനി പറയുന്ന കുറേ പോയിൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ദ എമൗണ്ട് ഓഫ് ക്യാഷ്, that means liquid cash, to be maintained at different points of time must be predetermined. അപ്പോൾ ലിക്വിഡ് ക്യാഷ് നമുക്കറിയാം, നമുക്കൊരു ബിസിനസ് കണ്ടക്ട് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ലിക്വിഡ് ക്യാഷായിട്ട് നമ്മളുടെ കയ്യിൽ കരുതണം. കാരണം എന്തെങ്കിലും ഒരു കണ്ടിജൻസി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നമുക്കത് മീറ്റ് ചെയ്യാനായിട്ട് ലിക്വിഡ് ക്യാഷ് നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഓരോ സമയത്തും എത്രത്തോളം ലിക്വിഡ് ക്യാഷ് നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളത് പ്രീഡിറ്റർമിൻ ചെയ്യുക. അതാണ് ഫസ്റ്റ് വൺ പറയുന്നത്. സെക്കൻഡ് വൺ, എനി എക്സസ് എമൗണ്ട് ഓവർ ദ ക്യാഷ് ഫ്ലോട്ട് ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്സ് ഓർ ഇൻവെസ്റ്റഡ് ഇൻ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്. ഇനി ഈ ലിക്വിഡ് ക്യാഷിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള എമൗണ്ട് നമ്മുടെ കയ്യിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് ടേം സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യണം. ഇനി ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺ ഷുഡ് ബി അലൗഡ് ടു ഡീൽ ഇൻ ക്യാഷ് ട്രാൻസാക്ഷൻ. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം. അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ക്യാഷ് ഡീലിങ്സ് ചെയ്യേണ്ടത്. ഇൻട്രൊഡ്യൂസ് ഇംപ്രസ്ഡ് പെറ്റി ക്യാഷ് സിസ്റ്റം ഫോർ പെറ്റി ക്യാഷ് പേയ്മെൻറ്റ്സ്. അപ്പോൾ പെറ്റി ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ചെറിയ എമൗണ്ടുകളൊക്കെ നമുക്ക് വരുന്നതിനെയാണ് പെറ്റി ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറയാം. അതായത് നമ്മൾ ഓഫീസിൽ വരുന്ന ചെറിയ എക്സ്പെൻസുകൾ, ടെലിഗ്രാം, അങ്ങനെയൊക്കെ വരുന്നതിനെയാണ് നമ്മൾ പെറ്റി ക്യാഷ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇംപ്രസ്ഡ് പെറ്റി ക്യാഷ് സിസ്റ്റത്തിനെ പറ്റി പറയുന്നുണ്ട്. ഇംപ്രസ്ഡ് പെറ്റി ക്യാഷ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരിക്കുള്ള കാഷ്യർ അല്ലാതെ ഒരു പെറ്റി കാഷ്യറും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പെറ്റി കാഷ്യറുടെ കയ്യിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1000 rupees ഒരു മന്തിൻ്റെ ഫസ്റ്റിൽ തന്നെ കൊടുത്തേൽപ്പിക്കും. ഈ പറയുന്ന ചെറിയ എക്സ്പെൻസുകളൊക്കെ അതിൽ നിന്ന് മീറ്റ് ചെയ്യാനായിട്ട് ഒരു 1000 rupees ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഒരു 1000 rupees കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വരുന്ന ഈ പെറ്റി എക്സ്പെൻസുകളൊക്കെ പെറ്റി കാഷ്യർ ഈ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുക. എന്നിട്ട് അവർക്ക് ഇപ്പോൾ ഒരു മാസത്തിൽ 900 rupees ആണ് എക്സ്പെൻസ് വന്നതെന്ന് വയ്ക്കാം. പെറ്റി എക്സ്പെൻസ് വന്നത് ഒരു 900 rupees ആണ്. അപ്പോൾ ഈ 900 rupeesൻ്റെ എന്തൊക്കെയാണ് എക്സ്പെൻസ് വന്നത്, എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി എന്തൊക്കെ എക്സ്പെൻസ് വന്നു എന്നുള്ളത് കാഷ്യർക്ക് കൊടുക്കും.
അപ്പോൾ കാഷ്യർ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വീണ്ടും ഒരു 1000 rupees ആക്കിയിട്ട് അത് വീണ്ടും നെക്സ്റ്റ് മന്തിലേക്ക് ഈ പെറ്റി കാഷ്യറുടെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് മന്തിലേക്കുള്ള 1000 rupees, അതായത് പെറ്റി എക്സ്പെൻസ് നെക്സ്റ്റ് മന്തിലേക്കുള്ള പെറ്റി എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള. ദാറ്റ് മീൻസ് ഓരോ മന്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഈ പറയുന്ന എല്ലാവരും 1000 rupees ആയിക്കൊള്ളണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓരോ മാസത്തിൻ്റെ ഫസ്റ്റിലും ഒരു പർട്ടിക്കുലർ എമൗണ്ട് തന്നെ അവരുടെ കയ്യിലേക്ക് എല്ലാ മാസം ഫസ്റ്റിലും എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കും പെറ്റി കാഷ്യറുടെ കയ്യിൽ. അതിൽ എത്ര എക്സ്പെൻസ് വന്നോ അത് എഴുതി കാഷ്യർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നമ്മളുടെ കയ്യിൽ നിന്ന് ചിലവായോ ആ എമൗണ്ട് കാഷ്യർ വീണ്ടും ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ മാസത്തിൻ്റെ ഫസ്റ്റിലും ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് തന്നെ പെറ്റി കാഷ്യറുടെ കയ്യിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ ഇംപ്രസ്ഡ് പെറ്റി ക്യാഷ് എന്ന് പറയുന്നത്, ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റം, ഇംപ്രസ്ഡ് പെറ്റി ക്യാഷ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് വൺ, റീപ്ലെനിഷ്മെൻറ്റ് ഓഫ് ഇംപ്രസ്ഡ് ക്യാഷ് ഷുഡ് ബി ചെക്ക്ഡ് ബൈ ഇൻറ്റേർണൽ ഓഡിറ്റർ. അപ്പോൾ റീപ്ലെനിഷ്മെൻറ്റ് ഓഫ് ഇംപ്രസ്ഡ് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കുറച്ച് പൈസ നമ്മളിത് ചിലവായിട്ടുണ്ടാവും, അത് വീണ്ടും നെക്സ്റ്റ് മന്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് കാഷ്യർ ഇഷ്യൂ ചെയ്ത് ഫസ്റ്റത്തെ ഒരു എമൗണ്ടിലേക്ക് തന്നെ എത്തിക്കും. റീപ്ലെനിഷ്മെൻറ്റ് മീൻസ് ആ ഒരു കുറവ് നികത്തുന്നതിനെയാണ് റീപ്ലെനിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കുറവ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റർ അത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്യാഷ് ബാലൻസ് ഷുഡ് ബി കെപ്റ്റ് അണ്ടർ സേഫ് കസ്റ്റഡി ആഫ്റ്റർ ഓഫീസ് അവേഴ്സ്. ഇനി നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്തതിന് ശേഷം ഓഫീസ് അവേഴ്സിന് ശേഷം ബാക്കി വരുന്ന ക്യാഷ്, നമ്മളുടെ ക്യാഷ് ബാലൻസ് എത്രയാണോ ഉള്ളത് അതൊക്കെ സേഫ് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. ഫിസിക്കൽ ചെക്ക് ഷുഡ് ബി മെയ്ഡ് റെഗുലർലി ടു വെരിഫൈ ക്യാഷ് ബാലൻസ് വിത്ത് ക്യാഷ് ബുക്ക്. നെക്സ്റ്റ് വൺ പറയുന്നത് ഫിസിക്കൽ ചെക്കിംഗ് നടത്തണം. ക്യാഷ് ബാലൻസും നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസും അതുപോലെ തന്നെ ക്യാഷ് ബുക്കും അത് തമ്മിലുള്ള ബാലൻസുകൾ കമ്പയർ ചെയ്ത് ഒരു ഫിസിക്കൽ ചെക്കിംഗ് കണ്ടക്ട് ചെയ്യാം. There should be a system to reconcile bank accounts with cash book at regular intervals. അപ്പോൾ ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ അവിടെ ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് ബുക്കും തമ്മിൽ ഒരു റീകൺസൈലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെക്ക് ഓൺ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസിൽ പറയുന്നത്. ചെക്ക് ഓൺ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസിൽ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, എത്ര എമൗണ്ട് ആണോ നമ്മൾ ലിക്വിഡ് ക്യാഷായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഓരോ സമയങ്ങളിലും എത്രത്തോളം എമൗണ്ട് ലിക്വിഡ് ക്യാഷായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അത് പ്രീ ഡിറ്റർമിൻ ചെയ്യണം. നെക്സ്റ്റ് വൺ പറയുന്നത്, ലിക്വിഡ് അസറ്റിനെക്കാട്ടിലും എക്സസ് ആയിട്ട് നിൽക്കുന്ന എമൗണ്ട് ഇറ്റ് ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ഓർ ഇൻവെസ്റ്റഡ് ഇൻ any other short-term securities. Then next one, only authorized person should be allowed to deal cash transaction. Introduce impressed petty cash system for petty cash payments. Replenishment of impressed cash should be checked by internal auditor. Cash balance should be kept under safe custody after the office hours. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്, റെഗുലറായിട്ട് ക്യാഷ് ബാലൻസ് ക്യാഷ് ബുക്കും തമ്മിൽ ഒരു ഫിസിക്കൽ ചെക്കിങ് കണ്ടക്ട് ചെയ്യുക. ദെൻ ക്യാഷ് ബുക്കും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്സും തമ്മിൽ റീകൺസൈൽ ചെയ്യാം. ഇനി സെക്കൻഡ് കാറ്റഗറി പറയുന്നത് ചെക്ക് ഓൺ ക്യാഷ് റെസിപ്റ്റ് ആണ്. അപ്പോൾ ക്യാഷ് റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി ഓഫ് ക്യാഷ് ഫ്രം കൗണ്ടർ സെയിൽസ് ആയിരിക്കാം, ക്യാഷ് ഫ്രം പോസ്റ്റൽ സെയിൽസ് ആയിരിക്കാം, ക്യാഷ് ഫ്രം സെയിൽസ് ബൈ ഏജൻസ് ആയിരിക്കാം, ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ് ആയിരിക്കാം. ഇങ്ങനെ മെയിനായിട്ട് 4 തരത്തിൽ നിന്നുള്ള റെസിപ്റ്റാണ് നമ്മൾ പറയുന്നത്. കൗണ്ടർ സെയിൽസ് വഴിയുള്ള ക്യാഷ്, അല്ലെങ്കിൽ പോസ്റ്റൽ സെയിൽസ് വഴി കിട്ടുന്ന ക്യാഷ്, ഏജൻസിനെ വെച്ചിട്ട് സെയിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാഷ്, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ക്യാഷ്. അപ്പോൾ ക്യാഷ് റെസിപ്റ്റിന് കറക്റ്റായിട്ടുള്ള ഒരു കൺട്രോളിങ് നടത്തണം എന്നുണ്ടെങ്കിൽ അവിടെ എടുക്കേണ്ട സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺ, ദാറ്റ് മീൻസ് കാഷ്യർ, ഷുഡ് ബി അലൗഡ് ടു ആക്സെപ്റ്റ് ക്യാഷ്, ചെക്ക്, ഡ്രാഫ്റ്റ് എക്സെട്ര. അപ്പോൾ എപ്പോഴും നമ്മളുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ക്യാഷുകളും ചെക്കും ഡ്രാഫ്റ്റുകളൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. The receiving cashier should not be allowed to maintain cash book.
ഇനി ആ ക്യാഷ് ആക്സെപ്റ്റ് ചെയ്യുന്ന കാഷ്യർ എന്ത് ചെയ്യാൻ പാടില്ല, അയാളായിരിക്കരുത് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്യാഷ് ബുക്ക് എൻട്രീസ് ഷുഡ് ബി മെയ്ഡ് ബൈ ദ അക്കൗണ്ടൻറ്റ്. എപ്പോഴും ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യേണ്ടത് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള, ഇതിനു വേണ്ടി ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലർക്കോ ഉണ്ടായിരിക്കും. അവരായിരിക്കണം ക്യാഷ് ബുക്കിൽ എൻട്രീസൊക്കെ ചെയ്യേണ്ടത്. All incoming mail should be opened by a responsible person and entered in the inward register. നമ്മളുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ മെയിൽസും അത് ഓപ്പൺ ചെയ്യുന്നത് കൺസേണിങ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ പേഴ്സൺസ് ആയിരിക്കണം. മാത്രമല്ല ഇൻവേർഡ് രജിസ്റ്ററിൽ അത് എൻറ്റർ ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. All check, postal orders or draft received should be crossed by marking account payee only. ഇനി നമുക്ക് കിട്ടുന്ന ചെക്ക്, പോസ്റ്റൽ ഓർഡേഴ്സ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്, ഇതൊക്കെ നമ്മൾ ബാങ്കിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അക്കൗണ്ട് പേയും, ദാറ്റ് മീൻസ് ത്രൂ അക്കൗണ്ട് മാത്രമേ അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന അക്കൗണ്ട് പേയി എന്ന് ക്രോസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്രോസ് ചെയ്യുക, 2 വര ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എല്ലാ ചെക്കുകളും പോസ്റ്റൽ ഓർഡേഴ്സൊക്കെ. All receipt of cash must be entered in the cash register maintained for this purpose. നമുക്ക് വരുന്ന എല്ലാ റെസിപ്റ്റുകളും ഇറ്റ് ഷുഡ് ബി എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ഫോർ ദിസ് പർപ്പസ്. Arrangement should be made to deposit all checks and draft received with the bank on daily basis. ഇനി ഒരു ദിവസം തന്നെ നമുക്ക് ഒരുപാട് ചെക്കും ഡ്രാഫ്റ്റും ഒക്കെ ചിലപ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഡെയിലി ബേസിസിൽ അതത് ദിവസങ്ങളിൽ തന്നെ എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ചെക്കാണെങ്കിലും ഡ്രാഫ്റ്റ് ആണെങ്കിലും ഒക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. Receipt book should be maintained with counter foils for receipt of cash. ഇനി അതിൽ റെസിപ്റ്റ് ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോ ക്യാഷ് നമ്മൾ കിട്ടുമ്പോഴും അതിനൊക്കെ കൗണ്ടർ ഫോയിൽസും ഉണ്ടായിരിക്കണം. മാത്രമല്ല ഈ കൗണ്ടർ ഫോയിൽസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി നമ്പേർഡ് സീരിയലി. റെസിപ്റ്റിനും ഉണ്ടായിരിക്കണം, കൗണ്ടർ ഫോയിൽസിനും ഉണ്ടായിരിക്കണം. കൗണ്ടർ ഫോയിൽസ് ഓഫ് ദ റെസിപ്റ്റ് ബുക്ക് ഷുഡ് ബി റീറ്റെയിൻഡ് അണ്ടർ കസ്റ്റഡി. അപ്പോൾ നമുക്ക് നമ്മളിതിലൊരു റിസീപ്റ്റ് വന്നു കഴിഞ്ഞാൽ ആരുടെ കയ്യിൽ നിന്നാണോ നമുക്ക് ആ എമൗണ്ട് കിട്ടിയത് അതിന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പൂരിപ്പിക്കുന്നൊരു ഫോം അല്ലേ, നമ്മളതിൽ പൂരിപ്പിക്കണു, പിന്നെ അതിൽ നിന്ന് കീറിയെടുക്കും. അത് അവർക്ക് റിസീപ്റ്റ് അവർക്ക് കൊടുക്കും. അതിൻ്റെ കൗണ്ടർ ഫോയിൽസ് നമ്മൾ റീറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരിയൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. സോ ക്യാഷ് റെസിപ്റ്റിൽ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട കുറച്ച് സ്റ്റെപ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺ ഷുഡ് ബി അലൗഡ് ടു ആക്സെപ്റ്റ് ക്യാഷ്, ചെക്ക്, ഡ്രാഫ്റ്റ് എക്സെട്ര. ദെൻ ക്യാഷ് റിസീവ് ചെയ്യുന്ന കാഷ്യർ ഒരിക്കലും ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പാടില്ല. ക്യാഷ് ബുക്കിൽ എൻട്രീസൊക്കെ ചെയ്യേണ്ടത് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ക്ലർക്കോ ആയിരിക്കണം. ദെൻ നമുക്ക് വരുന്ന എല്ലാ ഇൻകമ്മിങ് മെയിൽസും ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കണം ഓപ്പൺ ചെയ്യേണ്ടത്. മാത്രമല്ല അത് ഇൻവേർഡ് രജിസ്റ്ററിൽ എൻറ്റർ ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. എല്ലാ ചെക്കും പോസ്റ്റൽ ഓർഡേഴ്സും ഡ്രാഫ്റ്റും ഒക്കെ അക്കൗണ്ട് പേയി ഓൺലി എന്ന് പറഞ്ഞ് ക്രോസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. എല്ലാ റെസീപ്റ്റ്സ് ഓഫ് ക്യാഷും ക്യാഷ് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യണം. പിന്നെ പറയുന്നത് നമുക്ക് കിട്ടുന്ന എല്ലാ ചെക്സും ഡ്രാഫ്റ്റും ഒക്കെ ഡെയിലി ബേസിസിൽ തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. റെസിപ്റ്റ് ബുക്കിൽ കൗണ്ടർ ഫോയിൽസ് ഉണ്ടായിരിക്കണം. ഓരോ റെസിപ്റ്റിനും കൗണ്ടർ ഫോയിൽസ് ഉണ്ടായിരിക്കണം. ഇതിൽ നമ്പർ ചെയ്തിട്ടുണ്ടാകും, സീരിയൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. കൗണ്ടർ ഫോയിൽസ് എപ്പോഴും നമ്മളുടെ സേഫ് കസ്റ്റഡിയിൽ വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് അതിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞത്. ഇനി അടുത്തത് ചെക്ക് ഓൺ ക്യാഷ് പേയ്മെൻറ്റ്സ് ആണ്. ഇനി ക്യാഷ് പേയ്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന കാര്യമാണ് നെക്സ്റ്റ് വൺ പറയുന്നത്. ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് പർച്ചേസ് ആയിരിക്കാം, നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ക്യാഷ് കൊടുക്കും. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ആവാം, പേയ്മെൻറ്റ് ഓഫ് വേജസ് ആൻഡ് സാലറീസ് ആയിരിക്കാം, പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഓൾ പേയ്മെൻറ്റ്സ് ഓവർ എ സർട്ടൻ ലിമിറ്റ് ഷുഡ് ബി മെയ്ഡ് ത്രൂ ക്രോസ്ഡ് ചെക്ക് ഓൺലി. ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് മുകളിൽ അതിന് എക്സസ് ആയിട്ട് ചെയ്യുന്ന എല്ലാ പേയ്മെൻറ്റ്സും നമ്മൾ ക്രോസ് ചെയ്ത ചെക്ക് വഴി ആയിരിക്കണം ചെയ്യേണ്ടത്.
The person preparing cash book entries should not be allowed to draw check. അപ്പോൾ ക്യാഷ് ബുക്ക് എൻട്രീസ് ചെയ്യുന്ന ആളിനെ ചെക്ക് ഡ്രോ ചെയ്യാനായിട്ട് അനുവദിക്കാനായിട്ട് പാടില്ല. All payments made through check should be properly authorized and check should be signed by at least 2 persons. അപ്പോൾ ചെക്ക് വഴി നടത്തുന്ന എല്ലാ പേയ്മെൻറ്റ്സും, അതായത് പ്രോപ്പറായി ഓതറൈസ് ചെയ്തിട്ട് ചെക്ക് വഴി നടത്തുന്ന എല്ലാ പേയ്മെൻറ്റ്സും, അതുപോലെ തന്നെ ചെക്കിലൊക്കെ സൈൻ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 2 persons ആയിരിക്കും, 2 പേരെങ്കിലും ചുരുങ്ങിയത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ചെക്ക് ബുക്ക് ഷുഡ് ബി അണ്ടർ ദ സേഫ് കസ്റ്റഡി ഓഫ് എ റെസ്പോൺസിബിൾ പേഴ്സൺ ഓൺലി. ചെക്ക് ബുക്ക് എപ്പോഴും ഒരു റെസ്പോൺസിബിൾ പേഴ്സൻ്റെ സേഫ് കസ്റ്റഡിയിലായിരിക്കണം. ഇംപ്രസ്ഡ് ഓഫ് ക്യാഷ് പേയ്മെൻറ്റ് ടു പെറ്റി കാഷ്യർ ഷുഡ് ബി പ്രോപ്പർലി ഓതറൈസ്ഡ് ആൻഡ് വെരിഫൈഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഓരോ മാസത്തിൻ്റെയും ആദ്യത്തിൽ ആ ഒരു പർട്ടിക്കുലർ എമൗണ്ടിലേക്ക് തന്നെ എത്തുന്ന ഒരു സിസ്റ്റം, അതിനാണ് ഇംപ്രസ്ഡ് ഓഫ് ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓതറൈസ്ഡ് ആയിരിക്കണം. അങ്ങനെ നമ്മളൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഓതറൈസ്ഡ് ആയിരിക്കണം, വെരിഫൈഡ് ആയിരിക്കണം. വാലിഡ് റെസിപ്റ്റ് ഷുഡ് ബി കെപ്റ്റ് ഫോർ ഓൾ പേയ്മെൻറ്റ്സ് മെയ്ഡ് ത്രൂ ചെക്ക്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് കിട്ടിയിരിക്കണം? അതിനൊക്കെ റെസിപ്റ്റ് കിട്ടിയിരിക്കണം. ഇൻസിസ്റ്റ് ഓൺ ദ പെറ്റി കാഷ്യർ ടു കീപ് സെപ്പറേറ്റ് വൗച്ചേഴ്സ് ഫോർ ഓൾ പെറ്റി ക്യാഷ് എക്സ്പെൻസസ് പെയ്ഡ്. ഇനി പെറ്റി കാഷ്യർക്ക് നമ്മൾ കൊടുക്കേണ്ട നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പെറ്റി ക്യാഷ് എക്സ്പെൻസിന് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും അതിനൊക്കെ സെപ്പറേറ്റ് വൗച്ചേഴ്സ് തന്നെ കീപ്പ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ചെക്ക് ഓൺ ക്യാഷ് പേയ്മെൻറ്റ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു, പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് പർച്ചേസ് ആവാം, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ആയിരിക്കാം, പേയ്മെൻറ്റ് ടു വേജസ് ആൻഡ് സാലറീസ് ആവാം, പേയ്മെൻറ്റ് ഓഫ് അതർ എക്സ്പെൻസ് ഒക്കെ ആയിരിക്കാം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് എക്സസ് ആയിട്ട് ചെയ്യുന്ന എല്ലാ പേയ്മെൻറ്റ്സും ക്ലോസ്ഡ് ചെക്കായിട്ട് മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് വൺ പറയുന്നത്, ക്യാഷ് ബുക്ക് എൻട്രീസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾ ഒരിക്കലും ചെക്സ് ഒന്നും ഡ്രോ ചെയ്യാനായിട്ട് അനുവദിക്കാൻ പാടില്ല. നെക്സ്റ്റ്, ഓൾ പേയ്മെൻറ്റ്സ് ത്രൂ ചെക്ക് ഷുഡ് ബി പ്രോപ്പർലി ഓതറൈസ്ഡ് ആൻഡ് ചെക്ക് ഷുഡ് ബി സൈൻഡ് ബൈ അറ്റ്ലീസ്റ്റ് 2 persons. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന എല്ലാ ചെക്കുകളും അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ചെക്സ് ആയിരിക്കണം. മാത്രമല്ല അറ്റ്ലീസ്റ്റ് 2 persons അതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ചെക്ക് ബുക്ക് എപ്പോഴും ഒരു റെസ്പോൺസിബിൾ പേഴ്സൻ്റെ സേഫ് കസ്റ്റഡിയിലായിരിക്കണം. ഇംപ്രസ്ഡ് ഓഫ് ക്യാഷ് പേയ്മെൻറ്റ് പെറ്റി കാഷ്യർക്ക് ആ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് ഓതറൈസ്ഡ് ആയിരിക്കണം, വെരിഫൈഡ് ആയിരിക്കണം. നമ്മൾ ഓരോ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു റെസിപ്റ്റ് നമുക്ക് കിട്ടിയിരിക്കണം. പിന്നെ പെറ്റി കാഷ്യർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം, ഓരോ പെറ്റി ക്യാഷ് എക്സ്പെൻസ് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും സെപ്പറേറ്റ് ആയിട്ടുള്ള വൗച്ചേഴ്സ് അതിനു വേണ്ടി കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഇൻറ്റേർണൽ ചെക്ക് ഇൻ റെസ്പെക്റ്റ് ഓഫ് ക്യാഷ് സെയിൽസ് ആണ്. അപ്പോൾ ഇൻറ്റേർണൽ ചെക്ക് ഇൻ റെസ്പെക്റ്റ് ഓഫ് ക്യാഷ് സെയിൽസിൽ ഇപ്പോൾ വലിയ ബിസിനസ് ഹൗസൊക്കെ ആവുമ്പോൾ അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻസും കൂടുതലായിരിക്കും അല്ലേ. നമ്മളുടെ സൈസ് ഓഫ് ദി ബിസിനസ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും ഇൻക്രീസ് ആവും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇനി എന്തൊക്കെയാണ് അതിൽ ക്യാഷ് സെയിൽസിൽ വരിക എന്നുള്ളതാണ് പറയുന്നത്. സെയിൽസ് ഓവർ ദ കൗണ്ടർ, അപ്പോൾ കൗണ്ടർ വഴി നടത്തുന്ന സെയിൽസ് ബൈ ട്രാവലിംഗ് ഏജൻറ്റ്സ് ഓർ അതർ ഇൻ്റർമീഡിയറീസ്. നെക്സ്റ്റ് സെയിൽസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ട്രാവലിംഗ് ഏജൻറ്റ്സോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഇൻ്റർമീഡിയറീസ് വഴി നടത്തുന്ന സെയിൽസ്. ദെൻ ലാസ്റ്റ് വൺ പോസ്റ്റൽ സെയിൽസ്. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് വൺ സെയിൽസ് ഓവർ ദ കൗണ്ടർ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സെയിൽസ് ഓവർ ദ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സെയിൽസൊക്കെ നമ്മൾ ഒരു സെയിൽസ്മാനെ വെച്ച്, സാധാരണ നമ്മൾ ഷോപ്പിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു സെയിൽസ്മാനെ വെച്ച് കൗണ്ടറിൽ വെച്ച് സെയിൽസ് നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഫോർ ഈച്ച് കൗണ്ടർ സെപ്പറേറ്റ് സെയിൽസ് പേഴ്സൺ ഷുഡ് ബി ഡെപ്യൂട്ടഡ്. ഓരോ കൗണ്ടറിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സെയിൽസ് പേഴ്സൺസിനെ നമ്മൾ ഡെപ്യൂട്ട് ചെയ്യണം. Cash sale invoice or cash memos should be printed in numerical sequence. ഇനി അടുത്തത് സെയിൽസ് ഇൻവോയ്സോ അല്ലെങ്കിൽ ക്യാഷ് മെമ്മോസോ ഒക്കെ പ്രിൻറ്റ് ചെയ്യുന്നത് ന്യൂമറിക്കൽ സീക്വൻസിലായിരിക്കണം. മാത്രമല്ല ഓരോ സെയിൽസ്മാനും സെപ്പറേറ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കണം. ക്യാഷ് സെയിൽസ് ഇൻവോയ്സ് ഉള്ളതൊക്കെ അതൊക്കെ മാർക്ക് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ബുക്ക് ഉണ്ടായിരിക്കണം.
ഇനി നെക്സ്റ്റ് പറയുന്നത് സെയിൽസ് ഇൻവോയ്സിൻ്റെയോ അല്ലെങ്കിൽ ക്യാഷ് മെമ്മോയുടെയോ ഒരു 4 കോപ്പി അവർ പ്രിപ്പയർ ചെയ്യണം. സെയിൽസ്മാനാണത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ക്യാഷ് സെയിൽസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ 4 കോപ്പി പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം. ഈ കോപ്പീസൊക്കെ വേറൊരു ഒഫീഷ്യൽ കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കോപ്പീസ് വേറൊരു ഒഫീഷ്യൽ വന്ന് അത് ചെക്ക് ചെയ്യും. അതിൽ 2 കോപ്പി ക്യാഷ് മെമ്മോയുടെ 2 കോപ്പി സെയിൽസ്മാൻ റീറ്റെയിൻ ചെയ്യും. മറ്റുള്ള 2 കോപ്പി എന്ന് പറയുന്നത് കസ്റ്റമർക്കാണ് കൊടുക്കുന്നത്. ഇൻസ്ട്രക്റ്റിംഗ് ഹിം ടു പേ ദ എമൗണ്ട് ഇൻ ക്യാഷ് കൗണ്ടർ. അതിൽ പറയുന്ന എമൗണ്ട് ക്യാഷ് കൗണ്ടറിൽ പേ ചെയ്യണം എന്ന് പറഞ്ഞ് 2 എണ്ണം ആർക്ക് കൊടുക്കും? കസ്റ്റമർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാഷ് കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ കോപ്പിയുടെ ആ കോപ്പിയിൽ പറയുന്ന എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എന്ത് ചെയ്യും? ആ കസ്റ്റമർക്ക് നമ്മൾ ആ ഗുഡ്സ് ഡെലിവറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അവസാനം സെയിൽസ്മാനും കാഷ്യറും അവർ നടത്തിയിട്ടുള്ള സെയിൽസിൻ്റെ ഒരു സമ്മറി അവർ പ്രിപ്പയർ ചെയ്യും. അത് സെയിൽസിൻ്റെ ഇൻചാർജുള്ള ഒഫീഷ്യലിന് അയച്ചു കൊടുക്കും. ഡെയിലി ക്യാഷ് റെസിപ്റ്റ് ആർ ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും അന്നന്ന് കിട്ടുന്ന ക്യാഷ് റെസിപ്റ്റ്സ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെയിൽസ് ഓവർ ദ കൗണ്ടറിൽ പറഞ്ഞത്. അപ്പോൾ സെയിൽസ് ഓവർ ദ കൗണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ സെയിൽസ് കൗണ്ടർ വഴി സെയിൽസ്മാനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതിനെയാണ് സെയിൽസ് ഓവർ ദ കൗണ്ടർ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഓരോ കൗണ്ടറിനും സെപ്പറേറ്റ് സെയിൽസ് പേഴ്സൺസ് ഉണ്ടായിരിക്കണം. ക്യാഷ് സെയിൽസ് ഇൻവോയ്സോ അല്ലെങ്കിൽ ക്യാഷ് മെമ്മോസോ ഇതൊക്കെ നമ്പറിങ് ചെയ്തിട്ടുണ്ടാവും. പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത് ന്യൂമറിക്കൽ സീക്വൻസിലായിരിക്കണം. മാത്രമല്ല ഓരോ സെയിൽസ്മാനും ഒരു സെപ്പറേറ്റ് ബുക്ക്, ക്യാഷ് സെയിൽസ് ഇൻവോയ്സിന് അടങ്ങുന്ന ഒരു സെപ്പറേറ്റ് ബുക്ക് കൊടുക്കുക. അതിൽ ക്യാഷ് സെയിൽസ് ഇൻവോയ്സിൻ്റെ അല്ലെങ്കിൽ ക്യാഷ് മെമ്മോസിൻ്റെ 4 കോപ്പി പ്രിപ്പയർ ചെയ്യണം ക്യാഷ് സെയിൽസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്. ഈ കോപ്പീസൊക്കെ മറ്റൊരു ഒഫീഷ്യൽ കസ്റ്റമർക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ തന്നെ മറ്റൊരു ഒഫീഷ്യൽ അത് ചെക്ക് ചെയ്യും. അതിൽ 2 കോപ്പി ക്യാഷ് മെമ്മോസ് സെയിൽസ്മാൻ റീറ്റെയിൻ ചെയ്യും, 2 എണ്ണം കസ്റ്റമർക്ക് കൊടുക്കും. അവർ അതിൽ പറയുന്ന ക്യാഷ് കൗണ്ടറിൽ പോയി അതിൽ പറയുന്ന എമൗണ്ട് അടയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇൻസ്ട്രക്ഷനും കൂടിയാണ് കൊടുക്കുന്നത്. ക്യാഷ് കൗണ്ടറിൽ ഇതിൻ്റെ എമൗണ്ടൊക്കെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി കസ്റ്റമർക്ക് കൊടുക്കും. അത് അയാൾക്ക് ആ ഗുഡ്സൊക്കെ ഡെലിവറി ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സെയിൽസ്മാനും കാഷ്യറും അവരവർ നടത്തിയ സെയിൽസിൻ്റെ ഒരു സമ്മറി പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അത് സെയിൽസ് ഇൻചാർജുള്ള ആൾക്ക് അയച്ചു കൊടുക്കും. ഡെയിലി ക്യാഷ് റെസിപ്റ്റ്സ് ഒക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളതും പ്രത്യേകിച്ച് പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ സെയിൽസ് ബൈ ട്രാവലിംഗ് ഏജൻറ്റ്സ് ഓർ അതർ ഇൻ്റർമീഡിയറീസ് ആണ്. അതിൽ പറയുന്നത് ഫസ്റ്റ് വൺ ഏജൻറ്റ്സ് ആർ റിക്വയർഡ് ടു ഇഷ്യൂ റെസിപ്റ്റ്സ് ഓൺ മേക്കിംഗ് സെയിൽസ്. ഏജൻസിനൊക്കെ സെയിൽസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഏജൻറ്റ്സ് എന്ത് ചെയ്യണം? റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇനി ദേ ഷുഡ് റെമിറ്റ് ദ മണി കളക്റ്റഡ് ടു ദ ഓഫീസ് ഓർ ടു ദ ബാങ്ക് അക്കൗണ്ട്. അവർ സെയിൽസ് നടത്തി കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഒന്നുകിൽ ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ അത് ഓഫീസിലോ റെമിറ്റ് ചെയ്യേണ്ടതാണ്. The office should maintain a list of debtors if credit sales are made by the agents. ഇനി ഈ ഏജൻറ്റ് നടത്തുന്നതൊക്കെ ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ അവരുടെ ഓഫീസ് ഡെപ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. The agent should be asked to prepare a periodical statement of sales made. അവിടെ ഏജൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർ നടത്തിയിട്ടുള്ള സെയിൽസിൻ്റെ ഒരു പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനായിട്ട് ഈ സെയിൽ ഏജൻറ്റുമാരോട് പറയും. അതുപോലെ തന്നെ അവർ എത്ര എമൗണ്ട് കളക്ട് ചെയ്തു, എത്ര എമൗണ്ട് ഡ്യൂ ആയിട്ടുണ്ട്, ഡെപ്റ്റേഴ്സിന് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അവരോടൊരു പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സെയിൽസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ഏജൻറ്റ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഡിഡക്റ്റ് ഹിസ് കമ്മീഷൻ. ഇനി ഇവിടെ ഏജൻറ്റ് വഴിയാണല്ലോ ഇവിടെ സെയിൽസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏജൻസിന് അവരുടെ കമ്മീഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവർ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മണി കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ എന്ത് ചെയ്യണം? ദ ഏജൻറ്റ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഡിഡക്റ്റ് ഹിസ് കമ്മീഷൻ. അതൊന്നും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല.
ഏജൻറ്റ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു കണ്ടിന്യൂ ടു വർക്ക് ഇൻ വൺ ഏരിയ ഫോർ എ ലോങ് ടൈം. ഒരു ഏജൻറ്റിനെ ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് കാലം വർക്ക് ചെയ്യാൻ അനുവദിക്കരുത്. കാരണം അവരെ നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ അവർക്ക് എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. മാത്രമല്ല പരിചയക്കാരാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഫ്രോഡ്സ് കാണിക്കാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. അപ്പോൾ സെയിൽസ് ബൈ ട്രാവലിംഗ് ഏജൻറ്റ്സ് ഓർ അതർ ഇൻ്റർമീഡിയറീസിൽ നമ്മൾ പറഞ്ഞത് സെയിൽസ് നടത്തിയതിന് ശേഷം ഏജൻസിനോട് റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് ആവശ്യപ്പെടണം. അത് അവർക്ക് അവരുടെ ക്യാഷ്, അവർക്ക് കിട്ടുന്ന ക്യാഷ് ഒന്നുകിൽ ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ റെമിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓഫീസ് ഒരു ഡെപ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദ ഏജൻറ്റ്സ്. നെക്സ്റ്റ് വൺ പറയുന്നത് ഏജൻസിനോട് ഒരു പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സെയിൽസ് മെയ്ഡ്, അവർ നടത്തിയിട്ടുള്ള സെയിൽസിൻ്റെ ഒരു പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എത്ര എമൗണ്ട് അവർ കളക്ട് ചെയ്തു, എത്ര എമൗണ്ട് ഡ്യൂ ആയി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദ ഏജൻറ്റ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഡിഡക്റ്റ് ഹിസ് കമ്മീഷൻ. ഇവിടെ ഏജൻറ്റ് ഒരിക്കലും അയാളുടെ കമ്മീഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്പെൻഡിച്ചർ അയാൾക്ക് മീറ്റ് ചെയ്യേണ്ടത് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അവർ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ആക്സെപ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഏജൻറ്റ് ഷുഡ് ബി അലൗഡ് ടു കണ്ടിന്യൂ ടു വർക്ക് ഇൻ വൺ ഏരിയ. അതായത് ഏജൻറ്റിനെ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏരിയയിൽ തന്നെ വർക്ക് ചെയ്യാൻ വിടാൻ പാടില്ല. കാരണം അവിടെ അവർക്ക് പരിചയമായി കഴിഞ്ഞാൽ അവിടെ ഫ്രോഡ്സിനുള്ള ചാൻസും കൂടുതലാണ്. മാത്രമല്ല അവരുടെ എഫിഷ്യൻസിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ പോസ്റ്റൽ സെയിൽസ് ആണ്. പോസ്റ്റൽ സെയിൽസിൻ്റെ കേസിൽ എ സെപ്പറേറ്റ് രജിസ്റ്റർ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് വെർ ഗുഡ്സ് ആർ സെൻഡ് ബൈ VPP. അപ്പോൾ ഗുഡ്സൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ ഒരു സെപ്പറേറ്റ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, VPP എന്ന് പറഞ്ഞിട്ട്, വാല്യൂ പേയബിൾ ബൈ പോസ്റ്റായിട്ട് അയക്കുന്ന ഗുഡ്സ്. The goods returned without accepting it should be recorded in a separate register. ഇനി ആക്സെപ്റ്റ് ചെയ്യാതെ റിട്ടേൺ ചെയ്യുന്ന ഗുഡ്സ് ഉണ്ടായിരിക്കും, അതൊക്കെ സെപ്പറേറ്റ് രജിസ്റ്ററിൽ മാർക്ക് ചെയ്യണം. The total amount collected from customers by post should be recorded. അപ്പോൾ കസ്റ്റമേഴ്സ് ബൈ പോസ്റ്റായിട്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ടൊക്കെ VPP രജിസ്റ്ററിൽ മാർക്ക് ചെയ്യണം. VPP register should be thoroughly checked by responsible official of the organization. VPP രജിസ്റ്റർ ഒക്കെ തറോലി ചെക്ക് ചെയ്യണം, റെസ്പോൺസിബിൾ ഒഫീഷ്യൽ തറവായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. സോ പോസ്റ്റൽ സെയിൽസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് ഒരു സെപ്പറേറ്റ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഗുഡ്സ് റിട്ടേൺ ചെയ്യുക വിത്തൗട്ട് ആക്സെപ്റ്റിംഗ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യണം. ദ ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് ഫ്രം കസ്റ്റമേഴ്സ്, അതുപോലെ ബൈ പോസ്റ്റ് ഷുഡ് ബി റെക്കോർഡഡ്. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബൈ പോസ്റ്റായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ടും VPP രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുക. VPP രജിസ്റ്റർ എപ്പോഴും നമ്മൾ തറവായിട്ട് ചെക്ക് ചെയ്യണം. ഒരു റെസ്പോൺസിബിൾ ഒഫീഷ്യലിനെ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യിപ്പിക്കണം. സോ ഇത്രയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്കിൽ, അതായത് ഇൻറ്റേർണൽ ചെക്ക് ഇൻ റെസ്പെക്റ്റ് ഓഫ് ക്യാഷ് സെയിൽസ്. അതിൽ വന്നത് ക്യാഷ് സെയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെയിൽസ് ഓവർ ദ കൗണ്ടർ ആയിരിക്കാം, ട്രാവലിംഗ് ഏജൻസിനെ വെച്ചിട്ട് ചെയ്യുന്ന സെയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ പോസ്റ്റൽ സെയിൽസൊക്കെ ആയിരിക്കും. അപ്പോൾ സെയിൽസ് ഓവർ ദ കൗണ്ടർ ആണെങ്കിൽ, കൗണ്ടറിൽ വെച്ചിട്ടാണ് സെയിൽസ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ളത് പറഞ്ഞു. ഇനി ട്രാവലിംഗ് ഏജൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻ്റർമീഡിയറീസ് വെച്ചിട്ടാണ് സെയിൽസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പോസ്റ്റ് സെയിൽസിൻ്റെ കേസിൽ പറയുന്നത് പോസ്റ്റലായിട്ടാണ് നമ്മൾ സെയിൽസ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്യാഷ് ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻറ്റേർണൽ ചെക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അതിൽ 3 കാര്യമാണ് പറഞ്ഞത്: ചെക്ക് ഓൺ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ചെക്ക് ഓൺ ക്യാഷ് റിസീപ്റ്റ്, ചെക്ക് ഓൺ ക്യാഷ് പേയ്മെൻറ്റ്. അത് ഓരോന്നിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് വായിച്ച് പഠിക്കുക. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 3 കാര്യങ്ങളാണ്: ചെക്ക് ഓൺ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ചെക്ക് ഓൺ ക്യാഷ് റെസിപ്റ്റ്, ചെക്ക് ഓൺ ക്യാഷ് പേയ്മെൻ്റ് ആണ്.
പിന്നെ ചെക്ക് ഓൺ ക്യാഷ് റെസിപ്റ്റ്സ്. അപ്പോൾ ക്യാഷ് റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക എന്ന് പറഞ്ഞു. കൗണ്ടർ സെയിൽസ് എന്നുള്ള ക്യാഷ് ആയിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റൽ സെയിൽസ് എന്നായിരിക്കാം, സെയിൽസോ ഏജൻസോ വഴി കണ്ടക്ട് ചെയ്യുന്ന സെയിൽസ് ആയിരിക്കാം, കിട്ടിയിട്ടുള്ള സെയിൽസ് ആയിരിക്കാം, ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ളതായിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെ സ്റ്റെപ്സാണ് എടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു. പിന്നെ ചെക്ക് ഓൺ ക്യാഷ് പേയ്മെൻ്റ് ആണ്, നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ്. അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞു, കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പർട്ടിക്കുലർ ലിമിറ്റിന് കൂടുതലായിട്ട് ക്രോസ് ചെക്ക് ആയിട്ടൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻറ്റേർണൽ ചെക്ക് ഇൻ റെസ്പെക്റ്റ് ഓഫ് ക്യാഷ് സെയിൽസ് ആണ്. അതിൽ സെയിൽസ് ഓവർ ദ കൗണ്ടർ വഴി നടത്തുന്ന സെയിൽസ്, അതുപോലെ തന്നെ ട്രാവലിംഗ് ഏജൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻ്റർമീഡിയറീസ് വഴി നടത്തുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ചിട്ടുള്ള പോസ്റ്റൽ സെയിൽസ് എന്ന് പറയുന്നതും അതിൽ വരുന്നുണ്ട്. എങ്ങനെയാണ് പോസ്റ്റൽ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് എടുക്കുന്നത്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.